മിനി ഹാർലി ഡേവിഡ്സന്റെ ലുക്കാണ് വണ്ടി വരുന്നത്. ആൾക്കാരൊക്കെ നോക്കും, ചോദിക്കുന്നുണ്ട് ഏത് വണ്ടി, ഏത് ബ്രാൻഡാണ്. ഹായ് ഗായ്സ്, ഇതാണ് എൻ്റെ പുതിയ ബൈക്ക് SD റോഡ്സ്റ്റർ ഷാഡോ ബ്ലാക്ക്. മാറ്റ് കളറാണ് വണ്ടി വരുന്നത്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ബേസ് മോഡലും കൂടിയുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷനും ബേസ് മോഡലായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു 1 മന്തായി. 1200 അബോ കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ പിന്നെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറയാം. പോസിറ്റീവ് കാര്യം ഫസ്റ്റ് പറയുകയാണെങ്കിൽ പിന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ. ആൾക്കാരൊക്കെ നോക്കും, ചോദിക്കുന്നുണ്ട് ഏത് വണ്ടി, ഏത് ബ്രാൻഡാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിനി ഹാർലി ഡേവിഡ്സന്റെ ലുക്കാണ് വണ്ടി വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ എൻജിൻ 334cc എൻജിനാണ് ഇത് വരുന്നത്. 29 PHP പവറും 28 ന്യൂട്രൺ മീറ്റർ ടോർക്കും ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് കംഫോർട്ടും കുഴപ്പമില്ല. ഞാനിപ്പോൾ 800 എബോ കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല ഈ സീറ്റിൽ. പിന്നെ ബാക്ക് സീറ്റാണെങ്കിൽ ചെറിയ സീറ്റാണ്. ഇപ്പോൾ ലോങ് പോകുമ്പോൾ അതത്ര കംഫോർട്ടല്ല ഈ ബാക്ക് സീറ്റ്. പിന്നെ ഇത് ബാക്ക് റെസ്റ്റും കൂടി ഞാൻ വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഈ സൈഡിൽ നിന്ന് നോക്കുന്ന ലുക്കും പിന്നെ ബാക്ക് സൈഡ് ലുക്കുമാണ് എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഫ്രണ്ട് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയും അത്ര പോരാ. നൈറ്റ് ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ വലിയ ഡിസ്ക് വരുന്നുണ്ട്. 100 സെക്ഷൻ ടയറാണ് വരുന്നത്. പിന്നെ വൈബ്രേറ്റ് ബ്രേക്ക് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ സൈഡ് പോകണമെങ്കിൽ ഇഗ്നിഷൻ കീ ഇവിടെയാണ് വരുന്നത്. പിന്നെ റേഡിയേറ്റർ വരുന്നുണ്ട്, അതിൻ്റെ കൂളൻ്റ് ഇവിടെയാണ് വരുന്നത് താഴെ. പിന്നെ സൈഡ് ഗാർഡ് വണ്ടിക്ക് വരുന്നില്ല, ക്രാഷ് ഗാർഡ് അത് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. അതൊരു ഇതിൻ്റെ ഒരു കിറ്റ് വരുന്നുണ്ട്. വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു 5000 സംതിങ് എന്തോ കിറ്റിൻ്റെ എമൗണ്ട് വരുന്നുണ്ട്. അതിൽ ഈ ക്രാഷ് ഗാർഡും വരും. പിന്നെ ആ ബാക്ക് റെസ്റ്റും വരും. പിന്നെ വണ്ടിക്ക് മിറർ ഇത് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ആ 5000 നമ്മൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കണം ഈ മിറർ വാങ്ങേണ്ടത്. കമ്പനി വരുന്ന മിറർ കമ്പനി അത് തരുന്നില്ല, ക്യാഷ് കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. പിന്നെ ഇൻഡിക്കേറ്റർ ചെറിയ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറ്റ് കളറാണ് വരുന്നത്. ഈ ടാങ്കും മാറ്റ് കളറാണ് വരുന്നത്. ഇവിടെ SGയുടെ ലോഗോ ഉണ്ട്. 69 എന്നുള്ളൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും SGൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ എൻജിൻ ഞാൻ പറഞ്ഞില്ലേ 334cc എൻജിനാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ മാറ്റ് ഫിനിഷിംഗ് ആണ്. പിന്നെ സൈലൻസറൊക്കെ മാറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. റോഡ്സ്റ്ററിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്താൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വലിയ സ്പേസ് ഒന്നുമില്ല, ചെറിയ സ്പേസേ ഉള്ളൂ. പിന്നെ ഇത് അപ്പുറത്തെ സൈഡും കൂടിയുണ്ട്. അവിടെ സ്പേസ് ഇല്ല, സ്പേസ് വരുന്നത് ഈ സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്ക് സസ്പെൻഷന് കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ട് സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ബാക്ക് സൈഡ് 150 സെക്ഷൻ ടയറാണ് വരുന്നത്. പിന്നെ ബാക്കിലും വൈബ്രേറ്റ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ടൈൽ ലൈറ്റും ഇൻഡിക്കേറ്ററും ഇതിൽ തന്നെ ആയിട്ട് വരുന്നത്, സെപ്പറേറ്റ് ടൈൽ ലൈറ്റ് വരുന്നില്ല. പിന്നെ നമ്പർ പ്ലേറ്റ് ഇവിടെ വരും. ബാക്ക് അത്യാവശ്യം വൈഡറായിട്ടുള്ള ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ സീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് റിമൂവ് ചെയ്യാം. ഈ സീറ്റ് റിമൂവ് ചെയ്തിട്ട് പിന്നെ സിംഗിൾ സീറ്റായിട്ട് നമുക്ക് വണ്ടി യൂസ് ആക്കാം. അങ്ങനെ അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ. പിന്നെ ഹാൻഡിൽ ബാർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മോഡ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഹൈ ബീം ലോ ബീം സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ സ്വിച്ച്, പിന്നെ ഹോണ് ഈ സൈഡ്, ഇഗ്നിഷൻ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ കോഷൻ ലാമ്പ്,
പിന്നെ സെൽഫ് സ്റ്റാർട്ട്. പിന്നെ മീറ്ററിൽ കാണിക്കുന്നുള്ളത് നോർമലായിട്ടുള്ള സംഭവമേ ഉള്ളൂ. പിന്നെ സ്പീഡോമീറ്റർ, പിന്നെ ഓഡോമീറ്റർ, പിന്നെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ടൈം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡ്, പിന്നെ RPM മീറ്റർ. പിന്നെ ഇവിടെ പിന്നെ ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഹീറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ABS, സിഗ്നൽ ഇൻഡിക്കേറ്റർ, പിന്നെ ന്യൂട്രൽ, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, എൻജിൻ വാർണിംഗ് ലൈറ്റ്, എൻജിൻ ചെക്ക് ലൈറ്റ്, പിന്നെ ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, പിന്നെ പവർ മോഡ്. ട്രിപ്പ് ഓഡോമീറ്ററിൻ്റെ ബട്ടണൊക്കെ വരുന്നത് ഈ M ബട്ടണാണ്. ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ബട്ടൺ എന്തിനാണെന്നൊക്കെ ഇതുവരെ മനസ്സിലായില്ല, അതിലൊരു ഉപയോഗമില്ല. റീസെറ്റ് ഓപ്ഷനാണ്, ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഈ എസ് കാണിക്കുന്നുള്ളത്. അത്ര കാര്യങ്ങളിലേക്കുള്ളൂ. ഇവിടെ എഫ് ജിയുടെ ലോഗോ ഒരുപാട് ഉണ്ട് വണ്ടിയിൽ. ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒരു ലോഗോ, ഇവിടെ ഒരു ലോഗോ, ഇവിടെ ഒരു ലോഗോ, 1 മീറ്ററിലൊരു ലോഗോ, ഒരുപാട് ലോഗോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലോഗോ. പിന്നെ നെഗറ്റീവ് പറയാനുള്ളത്, പിന്നെ ഈ ടാങ്ക് കപ്പാസിറ്റി കുറച്ച് കുറവാണ്. അത് ലോങ് പോകുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനും കുറച്ച് ഹാർഡാണ്. ബാക്ക് സസ്പെൻഷന് കുഴപ്പമില്ല, ഫ്രണ്ട് സസ്പെൻഷനും കുറച്ച് ഹാർഡാണ്. പിന്നെ പറയാനുള്ളത് എൻജിൻ ഹീറ്റ് അത്യാവശ്യം ഹീറ്റ് ഉണ്ട് വണ്ടിക്ക്. അതായത് ഇപ്പോൾ എൻജിൻ കുറച്ച് ചൂടായ സമയത്ത് ഈ ഫാൻ ഓണായാൽ, പിന്നെ റേഡിയേറ്റർ ഫാൻ ഓണായാൽ ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് നേരെ എൻജിനിൽ തട്ടി അത് ഞാൻ പറയുന്ന കാലിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് നല്ല ഹീറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹീറ്റാകുന്നുണ്ട് വണ്ടി. കുറച്ച് ഓടുമ്പോൾ തന്നെ നല്ല ഹീറ്റാകുന്നുണ്ട് വണ്ടി. അത് ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ ബേസ് മോഡലും ഫുൾ ഓപ്ഷനായിട്ട് വ്യത്യാസം വരുന്നുള്ളത് മെയിൻ ഈ ഹാൻഡിൽ ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഹാൻഡിൽ. ബേസ് മോഡലിൽ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ബെൻഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് വരുന്നത്. പക്ഷെ എനിക്ക് നല്ലൊരു കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു ഹാൻഡിലാണ്. പിന്നെ വരുന്നുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ, ബേസ് മോഡലിൽ ഇവിടെ ടെയിൽ ലൈറ്റ് വരും, ചെറിയൊരു ടെയിൽ ലൈറ്റ് ഇവിടെ വരും. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നത് അത് ഈ ബേസ് മോഡൽ ഹലോജൻ ലൈറ്റാണ് വരുന്നത്. ഇതിൽ ഫുൾ ഓപ്ഷനിൽ പിന്നെ ഇങ്ങനെ LED ലൈറ്റ് ആയിട്ട് വരും. അതിൽ തന്നെ നമുക്ക് ടെയിൽ ലൈറ്റും വരും ഫുൾ ഓപ്ഷനിൽ. പിന്നെ ഈ രണ്ട് സംഭവം. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ മാറ്റ് കളറായിട്ട് വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷനിൽ ബേസ് മോഡലിൽ മാറ്റ് കളർ വരില്ല. ബേസ് മോഡൽ വരുന്ന കളറ് ഗ്ലോസി ബ്ലാക്ക് ആണ്. അതിൽ ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ചെറിയൊരു ഗോൾഡൻ ഡിസൈനൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാറ്റ് കളറാണ്. അത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് 795 mm ആണ്. അപ്പോൾ ഞാൻ ഇതിലിരുന്ന് നോക്കാം. ഞാൻ 5.6 ആണ് ഹൈറ്റ് വരുന്നത്. എനിക്കിത് ഫ്ലാറ്റ് ഫുട്ടായിട്ട് വരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ എക്സോസ് സൗണ്ടും കൂടി നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി പിന്നെ വരാം. ബൈ ബൈ.